എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മോള് കുറേ ദിവസമായി ഫ്രഞ്ച് ഫ്രൈസിന് ചോദിക്കുന്നത്. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും കൂടുതൽ താല്പര്യം പൊട്ടാറ്റോ വെഡ്ജസിനോടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെഡ്ജസ് ഉണ്ടാക്കാമെന്ന്. പിന്നെ ലാസ്റ്റിൽ ഞാനൊരു അടിപൊളി ഡിപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ തോല് കളഞ്ഞിട്ടാണ് ഞാനിത് വെഡ്ജസ് ഉണ്ടാക്കുന്നത്. പൊതുവേ പൊട്ടാറ്റോൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല വെഡ്ജസ് ഉണ്ടാക്കുമ്പം. പക്ഷെ എൻ്റെ ഇതിൽ മുള വന്ന് തുടങ്ങിയോണ്ട് ഞാൻ പിന്നെ പൊട്ടാറ്റോൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അതൊന്ന് വെഡ്ജസിന് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റി ഒരു കോട്ടൺ തുണിയിലൊന്ന് ഇട്ട് വെക്കാം. എൻ്റെ അടുത്ത് കോട്ടൺ നല്ല തുണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായത്. ഇനി നമുക്കിതിൽ മാരിനേഷൻ ചെയ്യാം. ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഒറിഗാനോ, ഒലീവ് ഓയിൽ, ഇത്രയും സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് മാരിനേറ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എയർ ഫ്രയറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഒരു 8 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് വീണ്ടും ബാക്കി റിമൈനിങ് മിനിറ്റ്സ് അത് കുക്ക് ചെയ്ത് അപ്പോഴത്തേക്കും 15 മിനിറ്റത്തേക്ക് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ ഡിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ടൊമാറ്റോ കെച്ചപ്പും ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്ന മയോനീസും പിന്നെ ക്രീം ചീസും, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഡിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി. നമ്മൾ കഫേയിൽ കിട്ടുന്ന പോലെയുള്ള ഒരു ഡിപ്പായിട്ട് വന്നിട്ടുണ്ടായിന്. തിക്ക് ആൻഡ് ക്രീമി ആൻഡ് ടേസ്റ്റി, അങ്ങനെ പറയാം, യമ്മി ആയിട്ടുണ്ടായിന്. അപ്പം അടിപൊളിയാണ്. നിങ്ങൾ എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പൊട്ടാറ്റോ വെഡ്ജസൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, അടിപൊളിയാണ്. പിന്നെ ഓയിൽ ഫ്രൈ ചെയ്തതിനാലും മതി. ഞാൻ പിന്നെ എയർ ഫ്രയറുള്ളതുകൊണ്ട് എയർ ഫ്രയറിൽ ചെയ്തതേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നത്തെ പോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.